നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഡിവൈഎഫ്ഐ കെട്ടിയ കൊടികളെല്ലാം അഴിപ്പിച്ചെടുത്ത് കുട്ടി സഖാക്കളെ ആര്യ ഒന്ന് ചോടിപ്പിച്ചിരുന്നു. അതിന്റെ മറുപടിയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും ആര്യയ്ക്കെതിരെ പരാതിയുമായി പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ആര്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വയനാട് ദുരന്ത ബാധിതർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന 100 വീടുകളുടെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി നഗരവീതിയിൽ കൊടിതോരണങ്ങൾ കെട്ടിയിരുന്നു ഡിവൈഎഫ്ഐ. സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടി. ഇതിന്റെ ഭാഗമായി നഗരവീഥികളിൽ വ്യാപകമായി ഡിവൈഎഫ്ഐ വെള്ളക്കൊടികൾ ഉയർത്തി. എന്നാൽ തൊട്ടടുത്ത നിമിഷം കോർപ്പറേഷനിൽ നിന്ന് ആളെത്തി എല്ലാ കൊടികളും അഴിപ്പിച്ചെടുത്തു. ഇതിൽ കലിയിളകി സഖാക്കൾ നേരെ ആര്യ രാജേന്ദ്രനെ വിളിച്ചു. കോർപ്പറേഷൻ ജീവനക്കാർ കൊടി മാറ്റിയതിൽ തനിക്കൊന്നും ചെയ്യാനില്ല എന്നായിരുന്നു മേയറുടെ മറുപടി. മേയറിന്റെ ഈ മറുപടി ഡിവൈഎഫ്ഐക്കാരെ വല്ലാതങ്ങ് ചോടിപ്പിച്ചു. ഇതോടെ ആര്യ രാജേന്ദ്രനെതിരെ CPM നേതൃത്വത്തിന് ഡിവൈഎഫ്ഐയുടെ പരാതിയെത്തി. കൂടാതെ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ആര്യയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിക്കും പരാതി എത്തിയിട്ടുണ്ട്. ഇതിൽ ഉടൻ നടപടിയെടുക്കണം എന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. അങ്ങനെ പാർട്ടിയെ കയറി ചൊറിയാൻ മേയർ നിൽക്കണ്ട എന്നാണ് ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി ആര്യയ്ക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും എതിർപ്പും ഉയരുകയാണ്. ഇതുവരെ മുതിർന്ന നേതാക്കളായിരുന്നു ആര്യ രാജേന്ദ്രനെതിരെ ശക്തമായി നിലപാടെടുത്തിരുന്നത്. ഇനി പാർട്ടിയെ നാണം കെടുത്തുന്ന വെട്ടിലാക്കുന്ന നീക്കങ്ങൾ ആര്യയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും ആര്യയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങ് തുടങ്ങും മുൻപേ കോർപ്പറേഷൻ ജീവനക്കാരെത്തി കൊടികൾ അഴിച്ചു മാറ്റിയതാണ് ഡിവൈഎഫ്ഐക്കാരെ ചൊടിപ്പിച്ചത്. പരിപാടി കഴിയും വരെ സമയം അനുവദിക്കണമെന്ന് പറഞ്ഞിട്ടും നഗരസഭ കേട്ടില്ല. കോടതി ഉത്തരവിന്റെ പേരിലായിരുന്നു കോർപ്പറേഷന്റെ ഈ നടപടി. അതായത് ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രനെ പേടിച്ചാണ് നിന്ന നിൽപ്പിൽ കൊടിതോരണങ്ങൾ അഴിച്ചു മാറ്റാൻ ആര്യ ഉത്തരവിട്ടത്. ഇതിനു മുൻപും കൊടികെട്ടി പണി മേടിച്ചിട്ടുണ്ട് ആര്യ. കോടതിയുടെ കർശനമായ ഉത്തരവുണ്ട് കൊടിതോരണങ്ങൾ കെട്ടരുത് എന്ന്. എന്നാൽ സഖാക്കൾക്ക് അതൊന്നും പുത്തരിയല്ല എന്ന മട്ടാണ്. എന്നാൽ ദേവൻ രാമചന്ദ്രൻ CPMനിട്ട് കയറി പൊട്ടിച്ചിട്ടുണ്ട് പലതവണ. കോടതിയെ തോണ്ടാൻ വന്നാൽ ചുരുട്ടി കൂട്ടുമെന്നായിരുന്നു മറുപടി. എന്തായാലും ദേവൻ രാമചന്ദ്രൻ പേടിയാണ് ഡിവൈഎഫ്ഐ കൊടി അഴിക്കാൻ ആര്യയെ പ്രേരിപ്പിച്ചത്. എന്നാൽ തൊട്ടടുത്തുള്ള KSUവിന്റെയും BJPയുടെയും കൊടികൾ മാറ്റിയില്ല എന്ന് ഡിവൈഎഫ്ഐ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇത് നീതികേടാണെന്നും ഡിവൈഎഫ്ഐ വ്യക്തമാക്കി. എല്ലാ കൊടികളും അഴിച്ചെടുത്തു എന്നാണ് കോർപ്പറേഷൻ ഇതിന് മറുപടി കൊടുത്തത്. ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് പേടിയിൽ മുൻപ് പിണറായി വിജയന്റെ ഫ്ലെക്സ് പോലും ആര്യ അഴിപ്പിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ നടന്ന പരിപാടിയിൽ പിണറായിയുടെ കൂറ്റൻ കട്ടൌട്ട് വെച്ചിരുന്നു. ഹൈക്കോടതി വടിയെടുത്ത തൊട്ടടുത്ത നിമിഷം കോർപ്പറേഷനിൽ നിന്ന് ആളെത്തി കട്ടൌട്ട് അഴിച്ച് എല്ലാം ചുരുട്ടിക്കൂട്ടി പെട്ടി ഓട്ടോയിൽ കൊണ്ടുപോയി. പെട്ടി ഓട്ടോയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും അന്ന് പുറത്തു വന്നത് വലിയ ട്രോളായിരുന്നു. പാളയത്ത് യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം കെട്ടിയ കൊടികൾ നീക്കിയ കോർപ്പറേഷൻ ജീവനക്കാരെ SFI പ്രവർത്തകർ തടഞ്ഞിരുന്നു. കൊടികളെല്ലാം അവർക്ക് നൽകിയ ശേഷം വടികളുമായി ജീവനക്കാർ തിരികെ പോയി. ചടങ്ങിന് മുൻപ് കൊടികൾ നീക്കിയ സംഭവത്തിൽ CPM ജില്ലാ സെക്രട്ടറി V ജോയിക്ക് മുന്നിലും പരാതി എത്തിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി മേയറെ വിളിച്ചപ്പോഴും ജീവനക്കാർ കൊടി നീക്കിയതിൽ താൻ എന്ത് ചെയ്യും എന്നായിരുന്നു ആര്യയുടെ മറുപടി. നിലവിൽ മേയറും CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇതിനൊപ്പം ഉന്നത നേതൃത്വത്തിൽ സ്വാധീനവുമുണ്ട്. അതുകൊണ്ട് തന്നെ നടപടികളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ ആര്യയ്ക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിന് കാരണമാകുമെന്നും പാർട്ടിയിൽ ഒരു വിഭാഗം ശക്തമായി ഇളകുമെന്നും പാർട്ടിക്ക് മുന്നറിയിപ്പും എത്തിയിട്ടുണ്ട്. എന്തായാലും ആര്യയുടെ നിലപാടിൽ എതിർപ്പിൽ തന്നെയാണ് ഡിവൈഎഫ്ഐയും CPMലെ ഒരു വിഭാഗം നേതാക്കളും. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് തെറ്റ് തിരുത്താൻ പാർട്ടി ഒരു അവസരം കൂടി നൽകാനുള്ള തീരുമാനം കഴിഞ്ഞ വർഷം CPM എടുത്തതാണ്. CPM ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു അന്ന് തീരുമാനമുണ്ടായത്. കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും അധികാരം നഷ്ടപ്പെടുന്നതിനിടയാക്കും എന്ന തിരിച്ചറിവിലായിരുന്നു പാർട്ടിയുടെ ഇടപെടൽ അന്നുണ്ടായത്. മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും വിലയിരുത്തലുണ്ടായി. മേയറെ മാറ്റിയില്ലെങ്കിൽ നഗരസഭാ ഭരണം നഷ്ടമാകുമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആശങ്ക ഉയർന്നിരുന്നു.
ഉന്നത നേതൃത്വവുമായി ആര്യ രാജേന്ദ്രൻ അടുത്ത ബന്ധമുണ്ടെന്നും അതിനാലാണ് മേയർ സംരക്ഷിക്കപ്പെടുന്നത് എന്ന വിമർശനവും പാർട്ടി നേതാക്കൾക്കിടയിൽ ഉയർന്നിരുന്നു. അതായത് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നടന്ന CPMന്റെ യോഗങ്ങളിലെല്ലാം തന്നെ ആര്യ രാജേന്ദ്രന് കടുത്ത രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടിയെപ്പോലും വകവയ്ക്കാതെയുള്ള നടപടികളും നീക്കങ്ങളുമാണ് ആര്യ നടത്തുന്നതെന്നും ഇത് വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ലെന്നും ഉടൻ തന്നെ മേയർ കസേരയിൽ നിന്ന് പുറത്താക്കണമെന്നും ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മറ്റൊരു കൂട്ടർ ഭാവി നശിപ്പിക്കരുത്, മേയർ കസേരയിൽ നിന്ന് മാറ്റിയാൽ ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാകും, അതുകൊണ്ട് ഒരവസരം കൂടി കൊടുക്കണം എന്നുള്ള ആവശ്യമുയർന്നിരുന്നു. തുടർന്നാണ് ഒരവസരം കൂടി കൊടുക്കാൻ തയ്യാറായത്. പിന്നീടാണ് CPM ജില്ലാ കമ്മിറ്റിയിലേക്ക് ആര്യ രാജേന്ദ്രൻ എത്തിയത്. ഇതോടെ സംഘടനാപരമായി കരുത്തുകൂടി. അങ്ങനെയുള്ള നേതാവിനെതിരെയാണ് ഇപ്പോൾ DYFI പരാതി പറയുന്നത്. അതുകൊണ്ട് തന്നെ DYFI ജില്ലാ കമ്മിറ്റിക്ക് ഇനി എന്തും സംഭവിക്കാം എന്ന ചർച്ചയുമുണ്ട്. മുൻപ് KSRTCയിൽ താൽക്കാലിക ഡ്രൈവറായിരുന്ന യദുവാണ് ആര്യ രാജേന്ദ്രനെതിരെ പരാതിയുമായി എത്തിയത്. പ്രത്യക്ഷത്തിൽ തന്നെ നിരവധി പൊരുത്തക്കേടുകൾ ആര്യയുടെ വിശദീകരണത്തിൽ ആ സംഭവത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ പണി പോയത് യദുവിന് മാത്രമാണ്. സമാനമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്കും ഈ പരാതിയുടെ പേരിൽ പണി കിട്ടാനാണ് സാധ്യത. മേയർക്കെതിരെ മാധ്യമങ്ങളിൽ വാർത്ത ചോർത്തി നൽകിയതിനും നടപടികൾ ഉണ്ടാകാൻ സാധ്യതയേറെയാണ്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയുള്ള DYFI പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വാദം മേയറും ഉയർത്തിയേക്കാം. ഹൈക്കോടതിയിൽ നിന്നും വിമർശനം ഉണ്ടാകാതിരിക്കാൻ ചെയ്ത നല്ല കാര്യം വിവാദമായി എന്ന വിശദീകരണവും ആര്യ നടത്തിയേക്കും. കോർപ്പറേഷൻ ഭരണവും ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേടും മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റവും അതിനിശിത വിമർശനത്തിന് പലതവണ വിധേയമായിരുന്നു. KSRTC ഡ്രൈവർ യദുവും മേയറും തമ്മിലുണ്ടായ വിവാദത്തിൽ ബസിലെ മെമ്മറി കാർഡ് കിട്ടാത്തത് ഭാഗ്യമായെന്ന് ജില്ലാ കമ്മിറ്റി അംഗം തുറന്നടിച്ചതും ചർച്ചകളിൽ എത്തി. മേയറും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും പക്വതയില്ലാതെ പെരുമാറിയെന്നായിരുന്നു അന്ന് വിമർശനം ശക്തമായത്. ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും മൂലം അധികാരം നഷ്ടമാകുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടി ഇടപെടലുണ്ടായത്. മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന വിലയിരുത്തൽ കൂടി ഉണ്ടായതിനെ തുടർന്ന് ഒരവസരം കൂടി നൽകുകയായിരുന്നു. കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകൾ ജില്ലാ ഘടകം പ്രത്യേകം പരിശോധിക്കുമെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷമാണ് DYFIക്ക് തന്നെ പരാതി കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. എന്തായാലും മേയർ ഈ വിഷയത്തിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കും, എന്ത് വിശദീകരണം നൽകും തുടങ്ങിയ ചോദ്യങ്ങളാണ് ശക്തമാകുന്നത്. പാർട്ടിക്കാർക്ക് പോലും ഇപ്പോൾ ആര്യ രാജേന്ദ്രനെ കണ്ടുകൂടാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പിണറായി വിജയനുമായും മുഹമ്മദ് റിയാസുമൊക്കെയായും അടുത്ത ബന്ധമാണ് ആര്യയ്ക്കുള്ളത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ അടുപ്പക്കാരി കൂടിയാണ് ആര്യ. അതുകൊണ്ട് തന്നെ ആര്യയ്ക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകാൻ സാധ്യതയില്ല.